ഹലോ നമസ്കാരം, എല്ലാവർക്കും അമൃത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മീൻകറി റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മലപ്പുറം സ്റ്റൈൽ വറുത്തരച്ച മീൻകറി. എല്ലാ നാട്ടിലും പല രീതിയിലാണ് മീൻകറി ചെയ്യാറ്. ഇത് ഞങ്ങളെ നാട്ടിലിങ്ങനെ ചെയ്യും, എൻ്റെ വീട്ടിലിങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മലപ്പുറം സ്റ്റൈൽ വറുത്തരച്ച മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇതിലേക്ക് 2 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും ഒന്ന് നടുകീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, ചെറുതായിട്ട്. ചെറുതായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി ബ്രൗൺ ആവുന്ന വരെ നമുക്ക് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ലോ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. കരിഞ്ഞു പോവാതെ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ അവിടെ ഫ്രൈ ആവുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാനൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മലപ്പുറത്തേക്കൊക്കെ അധികവും വാളംപുളിയാണ് മീൻകറിക്കൊക്കെ ഉപയോഗിക്കാറ്. കുടംപുളി അധികം യൂസ് ചെയ്യാറില്ല. അപ്പം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തേങ്ങ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റവ് ഓണാക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം, നമ്മൾ തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇത് അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. 1 കിലോ മീനിൻ്റെ റെസിപ്പിയാണ് ഇത്. ഷീലാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മീനും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. പീസെല്ലാം ഒന്ന് ഗ്രേവിയിലൊന്ന് ആക്കി കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻകറി ഒന്ന് തുറന്നു നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇളക്കണ്ട, മീൻ കഷ്ണം പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിയിൽ കുറച്ച് വെള്ളം കുറവാന്ന് തോന്നിയപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ വറുത്തരച്ച മീൻകറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചെയ്തിട്ടുള്ള പഴയ വീഡിയോസ് കാണാത്തവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.